വിവോയുടെ വിവോ Y29s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y29s 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y29s 5Gയിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പിന്നെ LCD പാനൽ ഇതിൽ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നില്ല. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 570 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ ഇതിൽ വരുന്നുള്ളൂ എന്ന് പറയാവുന്നതാണ്. അപ്പം അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും അല്ല ഇത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.19 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ടൈറ്റാനിയം ഗോൾഡ് അതുപോലെ തന്നെ ജെയ്ഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പം വില ഒരു 9,000 to ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വളരെ മികച്ചൊരു പ്രോസസ്സറും ആണ്. പിന്നെ 5G സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 256GB ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുള്ളൂ. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള ഫ്രണ്ട് ടച്ച് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ രണ്ടാമത് ഒരു AI സെൻസറും വരുന്നതായിരിക്കും. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും, നല്ലൊരു കാര്യമാണ്. 15 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടേ ഇതിൽ വരുള്ളൂ. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പം ജസ്റ്റ് സ്പെസിഫിക്കേഷൻ അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ നമുക്കൊരു 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കില്ല. എന്നാലും ഒരു കാര്യം എന്താ വെച്ചാൽ Y സീരീസിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും. ഓഫ്ലൈൻ ഫോൺ ആകുമ്പോൾ വില കുറച്ചൊന്നും കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും വിവോയുടെ Y29s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.